ഏഷ്യൻ അണ്ടർ-23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡൽ നേടിയ സാന്ദ്രാമോൾ സാബുവിന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പൗരസ്വീകരണം നൽകി. ചൈനയിൽ വെച്ച് നടന്ന ഏഷ്യൻ അണ്ടർ-23 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സാന്ദ്രാമോൾ 4x400 മീറ്റർ മിക്സഡ് റിലേയിലും വുമൺസ് റിലേയിലും ഗോൾഡ് മെഡലാണ് കരസ്ഥമാക്കിയത്. തോമസ് മാഷിന്റെ പേരില്ലേ? തോമസ് മാഷ് രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ ഈ മേഖലയിലെ ആളാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച അസംബ്ലിയില് ബഹുമാന്യനായ ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രായമൊക്കെ ആയി. എന്നാലും അദ്ദേഹം തൊടുപുഴയിലെ ഇന്റർനാഷണൽ പ്ലെയറായ സലീംകുട്ടിയൊക്കെ ആയിട്ട് എന്നെ കാണുന്നതിന് വേണ്ടി അവിടെ എത്തിയിരുന്നു. ഈ സ്പോർട്സ് മേഖലയിലുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. തൊടുപുഴയിൽ നല്ലൊരു സ്പോർട്സ് ഹോസ്പിറ്റലുണ്ട്, ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച്. രാജ്യത്ത് എവിടെയും നമ്മുടെ സ്പോർട്സ് താരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റിയാൽ ചികിത്സിക്കാൻ വേണ്ടി എത്തുന്ന സ്ഥലം തൊടുപുഴയിലാണ് ഈ ആയുർവേദ സ്പോർട്സ്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സലിം തോമസ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ലബക്കട ലോട്ടസ് ബേക്കറി ജംഗ്ഷനിൽ നിന്നും തുറന്ന വാഹനത്തിൽ സാന്ദ്രാമോളെ സ്വീകരിച്ച വേദിയിലേക്ക് ആനയിച്ചു. ചടങ്ങിൽ വെച്ച് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ് സാന്ദ്രാമോൾക്ക് നൽകി. നരിയമ്പാറ സ്വർണ്ണവിള സ്വദേശിയായ സാന്ദ്രാമോൾ ഇന്ത്യക്ക് വേണ്ടി കായിക ഇനങ്ങളിൽ നിരവധി മെഡലുകൾ മുൻപ് നേടിയിട്ടുണ്ട്. സ്വീകരണ യോഗത്തിൽ അനീഷ് മണ്ണൂർ, കോവിമല രാജാവ് രാമൻ രാജമന്നാൻ, ജോർജ് ജോസഫ് പടവൻ, മാത്യു ജോർജ്, VRCC ജിമ്മിച്ചർ ഇളന്തുരുത്തിയിൽ, ബെന്നി പറപ്പള്ളി, അഭിലാഷ് മാത്യു, ജോസ് മാമ്മൂട്ടിയിൽ, ബാബു അഞ്ചൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.